കലൂർ അപകടത്തിൽ ഒന്നാം പ്രതി മൃദംഗ വിഷന്റെ ഉടമ നികോഷ് കുമാർ അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിന് ശേഷം പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. ടോം കുര്യാക്കോസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ടോം, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. കലൂരിൽ ഉമാ തോമസ് MLAക്ക് അപകടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ നൃത്ത പരിപാടിയുടെ സംഘാടകരായിരുന്ന മൃദംഗ വിഷന്റെ ഉടമ നികോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ നികോഷ് കുമാർ ഇന്ന് പോലീസിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. നാളെ രാവിലെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതായത് വലിയൊരു രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഈ നൃത്ത പരിപാടിയിൽ സംഭവിച്ചുവെന്ന് പോലീസിന്റെയും മറ്റ് ഏജൻസികളുടെയും ഫയർഫോഴ്സിന്റെയും അടക്കം കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെയും മൃദംഗ വിഷനെതിരെയും കേസെടുത്തത്. മൃദംഗ വിഷനൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഇവന്റ് മാനേജ്മെന്റ് നടത്തിയിരുന്ന ഓസ്കാർ ഇവന്റ്സിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥൻ ജനീഷ് കേസിലെ മൂന്നാം പ്രതിയാണ്. ജനീഷിനോടും നികോഷ് കുമാറിനോടും ഇന്ന് ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ്. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ കീഴടങ്ങാൻ കഴിയില്ലെന്ന് ഓസ്കാർ ഇവന്റ് ഉടമ ജനീഷ് പോലീസിനെ അറിയിച്ചിരുന്നു. സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷണം ആരംഭിച്ച പോലീസ് സംഘാടകരായ മൃദംഗ വിഷന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. നൃത്താധ്യാപകർ പണം കൈമാറി ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കെന്നും ചോദിച്ചറിയും. കേസിൽ ആവശ്യമെങ്കിൽ അധ്യാപകരെയും പ്രതി ചേർക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ദിവ്യ ഉണ്ണിയെയും നടൻ സിജോയ് വർഗീസിനെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരുടെ മൊഴിയെടുക്കുമെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെയാണ് ദിവ്യ ഉണ്ണി വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് തിരികെ മടങ്ങിയിരിക്കുന്നതും. തീർച്ചയായും ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. കലൂരിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ മൃദംഗ വിഷൻ ഉടമ നികോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.